24 വർഷത്തെ കാത്തിരിപ്പാണ്. അത് അവസാനിപ്പിക്കുവാൻ ഈ ബ്രസീലിനെ കൊണ്ട് സാധിക്കുമെന്ന ചോദ്യം അങ്ങനെ തലയ്ക്ക് മുകളിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട്. യോഗോ ബോണിറ്റ എന്ന സുന്ദര ഫുട്ബോൾ അവരിൽ നിന്നും പടിയിറങ്ങിപ്പോയി എന്നതാണ് യാഥാർത്ഥ്യം. ഏത് വെല്ലുവിളിയും സ്വീകരിക്കുന്ന, ഏതവനെയും തീർക്കുന്ന പഴയ ബ്രസീലൊന്നുമല്ല ഇന്നവർ. ലാറ്റിൻ അമേരിക്ക പകർന്നു നൽകിയ ആ ശൈലി പോലും ജീവനില്ലാത്ത കെട്ടുകഥയ്ക്ക് സമാനമായി മാറിയിട്ടുണ്ട്. കളർ ടി വി വന്നിട്ട് നിങ്ങൾക്ക് എത്ര കപ്പുണ്ടെന്ന പരിഹാസം ഇന്നൊരു മറ്റൊരു രീതിയിൽ നേരെ തിരിഞ്ഞു നിന്ന് കൊത്തുകയാണ്. മൊറോക്കയുമായുള്ള മത്സരം പോലും അവസാനിക്കുന്നത് കിരീടം നേടി അവസാനിപ്പിക്കാൻ പോകുന്ന ടീമല്ല എന്ന യഥാർത്ഥത്തിലേക്കാണ്. ഫുള്ളി ഫിറ്റില്ലാത്ത ഒരു പ്ലെയറെ ടീമിനെടുത്ത പരിഹാസം കടന്ന ചോദ്യം ചെന്ന് നിൽക്കുന്നത് നെയ്മറിലാണല്ലോ. എന്നാലും അവസാനിച്ച ബ്രഹ്മാണ്ഡ ബ്രസീൽ യുഗത്തിന് നെയ്മർ എന്ന പേര് മാറ്റിവെച്ചാൽ മറ്റെന്താണ് പറയാനുള്ളത്? 7 ഗോളുകൾ അടിച്ച കഥ വീണ്ടും ചർച്ചയാകുമ്പോൾ നെയ്മർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന മറുപടി വെച്ചാൽ അത് ബാലിഷ്യമാകുമെന്ന് പലരും വായാട്ടം നടത്തുന്നുണ്ട്. എന്നാൽ ഈ കാണുന്ന ഫാൻസ് മുഴുവൻ വാതുറന്നിരുന്ന് കണ്ട കഥകളെല്ലാം പിറന്നത് ആ കാലുകൾ ചെയ്തു വെച്ച ദൃഷ്ടാന്തങ്ങളിൽ നിന്നായിരുന്നു. അറിയാം, ആ പഴയ നെയ്മറൊന്നുമല്ല അയാളെന്ന്. എന്നാൽ ഓരോ തിരിച്ചുവരവിലും ബ്രസീലിയൻ ജേഴ്സിയിൽ അയാളുടെ നിറഞ്ഞാട്ടം നൽകിയത് മറ്റാർക്കാണ് സാധിച്ചിട്ടുള്ളത്? കൂടെ നെയ്മർ എന്നൊരു പേരില്ലെങ്കിൽ ബ്രസീൽ എന്ന ടീമിന് പോലും ജൻസുകൾക്കിടയിൽ ഇത്ര പോലും ഫാൻ ബേസ് ഉണ്ടാകുമായിരുന്നില്ല. നെയ്മർ എന്നും ആനന്ദിതമാണ്. ആർക്കും ആരാലും അനുകരിക്കാൻ സാധിക്കാത്ത വിധം മൈതാനത്തെ ഒന്നാകെ ഹരം പിടിപ്പിക്കുന്ന മാസ്മരികത. 24 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിക്കുവാൻ വിധി അയാൾക്ക് മുകളിൽ വലയം ചെയ്യുമ്പോൾ പട്ടിണി മാറ്റാൻ കാൽപന്ത് തട്ടിയവൻ അവസാന പന്താട്ടം കൂടെ സമ്പൂർണ്ണതയോടെ അവസാനിപ്പിക്കുവാൻ സമയമായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി എന്താണ് അയാൾക്ക് ചെയ്യാനുള്ളത്? നെയ്മർ ഉണ്ടായിരുന്നിട്ടും എത്ര വേൾഡ് കപ്പുകൾ നിങ്ങൾ നേടിയെന്ന ചോദ്യങ്ങൾ അയാളുടെ കരിയറിൻ്റെ അവസാന നിമിഷം നിഴലായി നേരെ നിൽക്കുന്നുണ്ട്. മരണവും മരണദേവനും അയാളുടെ ആത്മാവിൻ്റെ വിരങ്ങലിൽ ചേങ്ങൽ കേൾക്കുവാനായി അമേരിക്കൻ പുറംപടിയിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഇന്നോളം അനുഭവിച്ച നുറുങ്ങിയ എല്ലുകളിലെ വേദനകളും മനസ്സിനെ മുറിവേൽപ്പിച്ച അധിക്ഷേപങ്ങളും തലയ്ക്ക് മുകളിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇതയാളുടെ അവസാന യുദ്ധമാണല്ലോ. അവിടെ നിയമങ്ങൾ വരെ അയാൾക്ക് കാറ്റിൽ പറത്തേണ്ടിയും വരും. സർവസ്ത്രങ്ങളും പ്രയോഗിക്കേണ്ടി വരും. എതിരാളികൾ ഉന്നം വയ്ക്കുന്ന നുറുങ്ങിയ എല്ലുകളിലേക്ക് വേദനാശമനികൾ കുത്തിയിറക്കി ഞരമ്പുകളെ ഉത്തേജിപ്പിക്കേണ്ടി വരും. ഇവിടെ തോറ്റൽ പിന്നീടൊരുടം അയാൾക്ക് മുന്നിൽ ഒരിക്കലും ഒരു കാലത്തും ഒരുങ്ങി നിൽക്കുകയില്ല. ഒരു മൃഗസഞ്ജീവനിയും പുനർജന്മം നൽകുകയില്ല. അതുകൊണ്ട് വീണ നിലങ്ങൾക്ക് പകരം വരാൻ പോകുന്ന നിലങ്ങളിൽ സാമ്പാ നർത്തകൻ്റെ അമരത്ത താണ്ഡവം നീ ഒരുക്കേണ്ടതുണ്ട്. ആരുടെ മുന്നിലാണോ കരഞ്ഞു മടങ്ങിയത് അതേ ജനം കാണുകയെ നീ തലയുയർത്തി നിൽക്കണം. നിന്റെ വിധിയുടെ അവസാന വരിയാണത്. അവിടെ സ്വർഗീയ വേദിയിൽ സ്വർണ്ണാരുടനായി നീ തെളിഞ്ഞു നിൽക്കണം. അത് കാണാൻ നിന്നെ മനസ്സാവരിച്ച ഒരു തലമുറ നിന്റെ വിജയം കാണാൻ കാത്തിരിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അതെ, അമേരിക്കയുടെ അന്തിക്രിസ്തുവിന് മുന്നിൽ ദേവതാളത്തെ കളസുരതാളം കൊണ്ട് ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്തവണ്ണം ചാവേറ് കണക്കെ അവസാനത്തെ ചോട്ടാൻ അവൻ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതേ നെയ്മർ, നിങ്ങൾ തിരിച്ചു വരണം. ആ പഴയ ബ്രസീലിനെ തിരിച്ചു കൊണ്ടുവരണം. After the Wimbledon save.